നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തിയ ശേഷം മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ ആക്രമിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കടുപ്പിക്കുന്നു. പരിശോധന ആരംഭിച്ച വെറും 5 മണിക്കൂറിനകം 300ഓളം പേർ പങ്കാളികളായ വലിയൊരു ആക്രമണം സംഘടിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ഇഡി കോടതിയെ അറിയിച്ചു. സംഭവത്തിൽ മുൻ കൗൺസിലർ IP ബിനു ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കേസിൽ വിചാരണയും നടപടികളും നേരിടുന്നതിനിടയിലാണ് ഇഡി നിലപാട് വ്യക്തമാക്കിയത്. കേസിൽ അറസ്റ്റിലായ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ശ്രീജിത്ത്, ദിനീത്, അമൽ, ഷൈജു, സലീം, അനിൽകുമാർ, നിഷാദ്, ദിനകർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പൂർണ്ണമായും നിരാകരിച്ചത്. ഇതോടെ അന്വേഷണം ഉന്നത നേതാക്കളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്ന ഇഡി നടപടികൾ കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർക്ക് വൻ തിരിച്ചടിയായി മാറും എന്നാണ് വ്യക്തമാകുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻകൂർ ആഹ്വാനമോ സംഘടിത നീക്കമോ ഇല്ലാതെ അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും അധികം ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടിയത് സ്വാഭാവികമല്ലെന്ന് ഇഡി അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. ഈ ഗൂഢാലോചനയും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളും കൃത്യമായ അന്വേഷണ പരിധിയിൽ വരുമെന്നും ഇഡി കോടതിയെ ധരിപ്പിച്ചു. 50 ദിവസത്തിലേറെയായി തങ്ങൾ ജയിലിലാണെന്നും കേസിൽ വധശ്രമം ചുമത്തിയെങ്കിലും അതിനുള്ള ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. എന്നാൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതിഭാഗത്തിന്റെ ഈ വാദങ്ങളിലെല്ലാം കോടതി തള്ളിക്കളയുകയായിരുന്നു. അന്വേഷണം നിർണായക ഘട്ടത്തിൽ മുന്നോട്ടു പോവുകയാണെന്നും പ്രതികൾ അതിനോട് പൂർണ്ണമായും സഹകരിച്ചാൽ മാത്രമേ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയൂ എന്നും സ്പെഷ്യൽ പ്രോസിക്യൂഷൻ A. സന്തോഷ് കുമാർ കോടതിയിൽ വാദിച്ചു. നിലവിലെ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കാനും ഇടയാക്കുമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി എത്തിയ ഉദ്യോഗസ്ഥരെ മൃഗീയമായി ആക്രമിക്കുന്നത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമായി കാണണമെന്ന് ഇഡിയുടെ അഭിഭാഷകനും വിചാരണ വേളയിൽ ആവശ്യപ്പെട്ടിരുന്നു. ക്രമസമാധാന സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഗൗരവത്തോടെ കാണണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. നേരത്തെ പശ്ചിമ ബംഗാളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രോസിക്യൂഷൻ ഓർമ്മിപ്പിച്ചു. ബംഗാളിലെ സംഭവത്തിൽ ഉൾപ്പെട്ട ഉന്നത രാഷ്ട്രീയ നേതാവ് ഇപ്പോഴും ജയിലിലാണെന്നും ഈ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ കേസിൽ ഗൗരവ സെഷൻസ് കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പെട്ടെന്ന് തന്നെ ആളുകളെ സംഘടിപ്പിച്ചതും ആക്രമണം അഴിച്ചുവിട്ടതും കേവലം ഒരു പ്രതിഷേധമല്ലെന്നും കൃത്യമായി ആസൂത്രണം ചെയ്ത ആക്രമണമാണെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രാദേശിക നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമികൾ തടിച്ചുകൂടിയത് എന്ന നിഗമനമാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് നിലവിൽ.